ഞാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ നിലപാട് പരിഗണിച്ചിട്ടില്ല. ജനങ്ങളെയാണ് കണ്ടത്. യുവാക്കളുടെ കഴിവിനെ പറ്റി എനിക്ക് വലിയ ബഹുമാനമാണുള്ളത്. പേരാമ്പ്രയിൽ ഓട്ടോറിക്ഷ സഞ്ചരിക്കുമ്പോൾ പേരാമ്പ്രക്കാരാന്ന് പറഞ്ഞാൽ അടുത്ത ആളുകൾ ഇറങ്ങിപ്പോയി കളിയാ. ബസ്സിലെടുത്ത് യാത്ര ചെയ്യില്ല. അങ്ങനെ ഒരു ഭ്രഷ്ട് പേരാമ്പ്രയിലെ ജനങ്ങൾക്കെതിരായിട്ട് വന്നിരുന്നു. പക്ഷെ അത് അതിവേഗം മാറ്റാൻ കഴിഞ്ഞ് ജനങ്ങൾ അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ഈ യുവജന വിഭാഗം അവര് ആവശ്യം വരുമ്പോൾ അവര് നല്ല നിലയിൽ ആക്ട് ചെയ്യും. പോസിറ്റീവായിട്ട് അവര് ഒരു നെഗറ്റീവ് വശം അവരെ കൊണ്ട് പറയാൻ കഴിയും. ഞാൻ ചിന്തിച്ച ഒരേ ഒരു കാര്യം ഇവരുടെ ഭാവിയാണ്. ഇവിടെ നല്ലോണം പഠനം നടത്തി കുട്ടികൾ ഉയർന്നു പോയി കഴിഞ്ഞാൽ അത് മനസ്സിന് നൽകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ രീതിയിൽ ഇവരുടെ വളർച്ച നാടിന് ഗുണമാണ്. ഇവരുടെ കഴിവിനെ നാടിന് ഉപയോഗിക്കാൻ കഴിയും. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിലേക്ക് അവർ എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ വർക്ക് ചെയ്യുന്നത് ഒരു പരസ്യം ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊന്നും അത് നോക്കിയാൽ കാണില്ല. അപ്പോൾ അങ്ങനെ ഒരു സമീപനം ഞാൻ എടുത്തത്. ഇത് അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് ജനങ്ങൾ തന്നെ ഏറ്റെടുക്കാൻ കഴിയണം. അവർക്ക് ബോധ്യമാവും തർക്കടില്ല. അങ്ങനെ ആ സ്റ്റേജിലേക്ക് അത് വളർന്നു വരികയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ദീർഘകാല ആവശ്യമായിരുന്നു പേരാമ്പ്ര ബൈപ്പാസ് എന്തായാലും സ്ഥാപിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു മനോഭാവം ഞാൻ MLA ആവുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതൊരു സാധാരണ റോഡ് മാത്രമാകരുത്. പേരാമ്പ്രയിലെ ആളുകൾക്ക് കൂടി ചേരാനും പിന്നെ വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനമായിട്ട് ഇത് മാറണം എന്നുള്ളത് ഇതിന്റെ വർക്ക് തീരുമാനിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു കാരണം ഇവിടെ ആളുകൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനോ മറ്റൊന്ന് കേന്ദ്രീകരിച്ച് ഒരു സ്ഥലവുമില്ല. ഈ റോഡ് യാഥാർത്ഥ്യമായതോടുകൂടി ഈ പ്രദേശത്തിന്റെ ഒരു മുഖമാകെ മാറി. കുറ്റിക്കാടും ചതുപ്പ് നിലവും ഒക്കെ ആയിരുന്ന ഈ ബൈപ്പാസിന്റെ മേഖല റോഡായി മാറിയപ്പോൾ അന്തരീക്ഷാകെ മാറുകയും സ്ഥലത്തിന് വില കൂടി. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ. ഇപ്പൊ നമ്മളൊരു ചായക്കടയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ഷോപ്പുകളെല്ലാം ഇവിടെ പേരാമ്പ്രയിൽ കൂടുതൽ വരുന്ന സ്ഥിതിയാണ്. അങ്ങനെ ഒരു ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുക എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് വന്നു ചേരാനും അവർക്ക് അവരുടെ സൗഹൃദം പങ്കിടാനും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കൂടിച്ചേർന്ന് വന്ന് സൗഹൃദം പങ്കിടാനൊക്കെ ഉള്ള ഒരു വേദിയായി കേന്ദ്രമായിട്ട് ഇതിപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ MLA ആയതിനു ശേഷം പ്രധാനമായി ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് ഈ പേരാമ്പ്ര ബൈപ്പാസ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കരമായ സംതൃപ്തി ഉണ്ടാക്കുന്ന, നമ്മൾ ചെറുപ്പകാലത്ത് കളിച്ചു നടന്നൊരു സ്ഥലത്ത് ഭയങ്കരമായ സംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണിത്. വെള്ളിയണ്ണൂർ ചള്ളിയുടെ വികസനം. ഇപ്പോൾ പേരാമ്പ്ര താലൂക്ക് ആശുപത്രി 7 നില കെട്ടിട നിർമ്മാണത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ആ പ്രവൃത്തി പൂർത്തിയാകുന്നതോടുകൂടി ചികിത്സാ സൗകര്യം പേരാമ്പ്രയിൽ അത്ഭുതകരമായി വികാസം കൈവരും. ഇങ്ങനെ ഒരു സാധാരണക്കാർക്ക് എപ്പോഴും ചികിത്സ കിട്ടാൻ കഴിയാവുന്ന ഒരു അന്തരീക്ഷം അവിടെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാറി വന്നു. വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തു പറയത്തക്ക ഒരു നേട്ടം മേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. മേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എല്ലാ ബാധ്യതയും ഗവൺമെന്റാണ്. കിഫ്ബി ഫണ്ടാണ് വികസനത്തിന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയത്. കെട്ടിടങ്ങൾ വളർന്ന് വികാസം കൈവരിച്ചിട്ടുണ്ട്. എല്ലാ തലത്തിലും കുട്ടികളുടെ ഭാവി പഠനം എല്ലാ ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 6 സിന്തറ്റിക് ട്രാക്കുള്ള ഒരു ഗ്രൗണ്ട്, ഒരു അതിവിശാലമായ ഒരു ഗ്രൗണ്ട് അവിടെ സ്ഥാപിക്കാൻ കഴിയും. ഇത് സ്കൂളുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ ഇതുപോലൊരു ഒരു ഗ്രൗണ്ട് വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വന്യമൃഗങ്ങളെ ഒരു സങ്കേതം, വന്യമൃഗങ്ങളെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുകയും അത് കാണാൻ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. കാണാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ അത് റിസ്ക്കാണ്. കമ്പി വലിയെല്ലാം കെട്ടി മൃഗങ്ങൾക്ക് ഒരിക്കലും മനുഷ്യനെ ആക്രമിക്കാൻ കഴിയാത്ത നിലയിൽ അതേ സമയത്ത് അതിന്റെ ചുറ്റും വാഹനത്തിൽ സഞ്ചരിച്ച് ഇത് ഒരുപാട് വിസ്തൃതമായിരിക്കും. വാഹനത്തിൽ സഞ്ചരിച്ച് ഇതിനകത്ത് സംരക്ഷിക്കുന്ന മൃഗങ്ങളെ കാണാനും സഞ്ചാരികൾക്ക് വളരെ കൗതുകമുള്ള ഒന്നായിട്ട് അതിനെ മാറ്റാനും കഴിയും. ഞാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ നിലപാട് പരിഗണിച്ചിട്ടില്ല. ജനങ്ങളെയാണ് കണ്ടത്. നമസ്കാരം. ഇപ്പോ ഇലക്ഷൻ്റെ ഒരു ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രചരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ന് ഒരുപാട് പ്രചരണങ്ങളും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ എത്തി. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സമയം മാറ്റി വെച്ചിട്ട് ഒരുപാട് നന്ദി ആദ്യമേ പറയുകയാണ്. അപ്പോൾ നമ്മുടെ പേരാമ്പ്രയിൽ 10 വർഷക്കാലത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇപ്പം ടൂറിസം മേഖലയിലാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സഖാവിനെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവന്ന പദ്ധതി എന്ന് പറയുന്ന സമയത്ത് ഇപ്പം മനസ്സിലേക്ക് വരുന്ന ഒരു പദ്ധതി ഏതായിരിക്കും? ഈ 10 വർഷക്കാലത്തിനിടയിൽ പേരാമ്പ്രയുടെ വികസനത്തിൽ വൻ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഓരോ പദ്ധതികളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ദീർഘകാല ആവശ്യമായിരുന്നു പേരാമ്പ്ര ബൈപ്പാസ്. പേരാമ്പ്ര ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നതിനെതിരായി ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്നു. ആ സമരങ്ങളെയെല്ലാം ഞാനന്ന് ഇവിടെ പാർട്ടി ഏരിയ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്തും പ്രശ്നങ്ങളുണ്ട്. പിന്നീട് കുഞ്ഞമ്മദ് മാഷ് MLA ആയിരിക്കുന്ന സമയത്ത് ഈ ബൈപ്പാസിന് വേണ്ടി നല്ല മുൻകൈ എടുത്തിരുന്നു. അപ്പം ആ ഒരു പീരീഡിലാണ് കേസുകളെല്ലാം ശക്തമായിട്ട് വന്നത്. അപ്പം ഞങ്ങൾ പാർട്ടി എന്നുള്ള നിലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിലും, ഞാനന്ന് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, ഇത് കൊണ്ടുവരണം. പേരാമ്പ്രയിലെ ജനങ്ങളുടെ ഒരു ദീർഘകാല ആവശ്യമാണ് ബൈപ്പാസ്. ഇത് ബൈപ്പാസ് എന്തായാലും സ്ഥാപിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു മനോഭാവം എനിക്ക് ഞാൻ MLA ആവുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചു. അന്ന് 16-21 ഗവൺമെന്റിൽ മന്ത്രിയായിട്ടും തീരുമാനിച്ചു. അപ്പം എനിക്ക് പേരാമ്പ്രയിലെ വികസന പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഇടപെടാൻ മന്ത്രി എന്ന പദവിയും എനിക്ക് സഹായകരമായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾ ആലോചിക്കേണ്ട കേന്ദ്രങ്ങളിലെല്ലാം ആലോചിച്ച് പേരാമ്പ്ര ബൈപ്പാസ് റോഡ് പണിയണം എന്ന് തീരുമാനിച്ചു. ആ വർഷത്തെ ബജറ്റിൽ ഇതിനു വേണ്ടി തുക വകയിരുത്തി. അന്ന് പൊതുവെ ഗവൺമെൻറ് ഒരു 10 കോടിയിലധികം രൂപ വരുന്ന വർക്കെല്ലാം കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തുക എന്നൊരു നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ആ നിലപാടിൻ്റെ ഭാഗമായി പേരാമ്പ്ര ബൈപ്പാസ് റോഡിന് കൂടുതൽ തുക ചെലവ് വരും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കിഫ്ബി പദ്ധതിയിൽ പെടുത്തുകയുണ്ടായി. അപ്പം ഈ സ്ഥലം ഏറ്റെടുക്കലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥലം ഏറ്റെടുക്കുന്നതിന് വളരെ സജീവമായ ശ്രമം നടന്നു. അന്ന് കോഴിക്കോട് ജില്ലാ കലക്ടറായിരുന്ന സാംബശിവറാവു അദ്ദേഹം നല്ല നിലയിൽ ഇടപെട്ട് സഹായിക്കേണ്ടത്. ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പം അത് വേഗതയിൽ ചെയ്യുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടായി. ഈ ബൈപ്പാസ് റോഡ് നിർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ധാരണ അതൊരു സാധാരണ റോഡ് മാത്രമാകരുത്. പേരാമ്പ്രയിലെ ആളുകൾക്ക് കൂടിച്ചേരാനും പിന്നെ വിനോദത്തിന് വേണ്ടി ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനമായിട്ട് ഇത് മാറണം എന്നുള്ളത് ഇതിൻ്റെ വർക്ക് തീരുമാനിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ധാരണ. കാരണം ഇവിടെ ആളുകൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒന്ന് കേന്ദ്രീകരിച്ച് ഒരു സ്ഥലവുമില്ല. പേരാമ്പ്ര ടൗൺ ആണെങ്കിൽ ശരിക്കൊരു ചായ പോലും കിട്ടുന്ന കാര്യത്തിൽ വിഷമമുള്ള ഒരു ടൈറ്റായ അങ്ങാടിയാണ് പേരാമ്പ്ര അങ്ങാടി. അതിൽ നിന്നുള്ളൊരു ആളുകൾക്ക് റിലാക്സ് ചെയ്യാനും ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാവണം എന്നുള്ളത് ഇത് രൂപപ്പെടുത്തുന്ന സമയത്ത് തന്നെ ഉണ്ട് മനസ്സിൽ. അക്വിസിഷൻ നടപടി പൂർത്തിയായി, റോഡിൻ്റെ വർക്ക് ആരംഭിച്ചു. ഇപ്പം അത് യാഥാർത്ഥ്യമായി. അപ്പം ഇതിനിടയിൽ ഈ റോഡ് യാഥാർത്ഥ്യമായതോടുകൂടി ഈ പ്രദേശത്തിൻ്റെ ഒരു മുഖമാകെ മാറി. കുറ്റിക്കാടും ചതുപ്പ് നിലവും ഒക്കെ ആയിരുന്ന ഈ ബൈപ്പാസിൻ്റെ മേഖല റോഡായി മാറിയപ്പോൾ അന്തരീക്ഷാകെ മാറുകയായിരുന്നു. സ്ഥലത്തിന് വില കൂടി, നിരവധി കച്ചവട സ്ഥാപനങ്ങൾ വന്നു. ഇപ്പോൾ നമ്മളൊരു ചായക്കടയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഷോപ്പുകളെല്ലാം ഇവിടെ പേരാമ്പ്രയിൽ കൂടുതൽ വരുന്ന സ്ഥിതി വന്നു. അപ്പം ഈ വന്നതിലധികം ഹോട്ടലുകളാണ്, പിന്നെ ചായ പലഹാരങ്ങളൊക്കെ കിട്ടുന്ന കടകളും ധാരാളമാണ്. പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേന്ദ്രമായി ഇത് മാറി. അങ്ങനെ ഒരു ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുക എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് വന്നു ചേരാനും അവർക്ക്
അവരുടെ സൗഹൃദം പങ്കിടാനും അത് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കൂടിച്ചേർന്ന് വന്ന് സൗഹൃദം പങ്കിടാനൊക്കെ ഉള്ള ഒരു വേദിയായി കേന്ദ്രമായിട്ട് ഇതിപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ MLA ആയതിനു ശേഷം പ്രധാനമായി ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് ഈ പേരാമ്പ്ര ബൈപ്പാസ് റോഡ്. പിന്നെയും ചില പ്രധാനപ്പെട്ട വർക്കുണ്ട് ഇവിടേക്ക്. പേരാമ്പ്രയിൽ 2 റോഡ്, പേരാമ്പ്ര പയ്യോളി റോഡ്, പേരാമ്പ്ര ചാനിയങ്കടവ് റോഡ്. ഈ 2 റോഡുകളും കിഫ്ബി പദ്ധതിയിൽ പെടുത്തിയിട്ടുള്ളതാണ്. 2 റോഡുകളും BMBC നിലവാരത്തിൽ വികസിപ്പിക്കാൻ കഴിയും. അത് ജനങ്ങൾക്ക് ഏറെ സഹായകരമായൊരു അന്തരീക്ഷമായി. പിന്നീട് ഞാൻ കേന്ദ്രീകരിച്ച ഒരു പ്രധാനപ്പെട്ട മേഖല വിദ്യാഭ്യാസ രംഗമാണ്. വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയും. ഗവൺമെൻറ് തന്നെ ഒരു പൊസിഷൻ എടുത്തു. ആരോഗ്യ മേഖല പ്രൈമറി ഹെൽത്ത് സെൻ്റർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റണം. ഇപ്പോൾ പേരാമ്പ്രയിലെ എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. പേരാമ്പ്ര ഹെൽത്ത് സെൻ്ററുമായി ബന്ധപ്പെട്ട് ഉള്ള വികസനം സാധ്യമായപ്പോൾ പേരാമ്പ്ര ഒരു താലൂക്ക് ആശുപത്രി ആയി പേരാമ്പ്ര ആശുപത്രിയെ ഉയർത്താം എന്ന ധാരണ സർക്കാർ തലത്തിൽ തന്നെ രൂപപ്പെടുകയും അതിനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇപ്പോൾ 76 കോടി രൂപ കിഫ്ബി വഴി ഈ ആശുപത്രിക്ക് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ 56 കോടി രൂപയുടെ പ്രവർത്തനം ലഭ്യമായി കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ പേരാമ്പ്ര താലൂക്ക് ആശുപത്രി 7 നില കെട്ടിട നിർമ്മാണത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ആ പ്രവൃത്തി പൂർത്തിയാകുന്നതോടുകൂടി ചികിത്സാ സൗകര്യം പേരാമ്പ്രയിൽ അത്ഭുതകരമായി വികാസം കൈവരിക്കും. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ആശുപത്രി കെട്ടിടത്തിനും ആശുപത്രിക്കും വേണ്ടിയുള്ള പൊതുശ്രമങ്ങൾ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ധാരാളം പേഷ്യൻസ് വരുന്ന ഒരു കേന്ദ്രമാണത്. അവിടെ നീതി മെഡിക്കൽ സ്റ്റോറുണ്ട്, പിന്നെ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു സാധാരണക്കാർക്ക് എപ്പോഴും ചികിത്സ കിട്ടാൻ കഴിയാവുന്ന ഒരു അന്തരീക്ഷം അവിടെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇനിയും ഡോക്ടർമാരും മറ്റ് സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട്. അതുകൂടി ഈ ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്ന ക്രമത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി തുടങ്ങാൻ കഴിയും. നല്ല അന്തരീക്ഷം അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പേരാമ്പ്ര മണ്ഡലത്തിലെ മറ്റ് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെല്ലാം കുടുംബാരോഗ്യം, നിങ്ങളെ അവിടെ നൊച്ചാട്ടുള്ള വാളൂരിലുള്ള ഒരു ഹെൽത്ത് സെൻ്ററുണ്ട്. അത് ഫാമിലി ഹെൽത്ത് സെൻ്ററാണ്. നൊച്ചാട് പഞ്ചായത്തിൻ്റെ അത് നല്ല നിലയിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ തന്നെ ഈ നൊച്ചാട് ഒരു ആയുർവേദ ആശുപത്രി ഇപ്പോഴവിടെ പുതുതായിട്ട് ഈ ഫിസിയോതെറാപ്പി യൂണിറ്റ് കൂടി അവിടെ ഇപ്പം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കൂടുതൽ രോഗികളെ കിടത്താൻ കഴിയാവുന്ന സൗകര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ നൊച്ചാട് പഞ്ചായത്തിൽ തന്നെ ഒരു ഹോമിയോ ഡിസ്പെൻസറി വർക്ക് ചെയ്യുന്നുണ്ട്. മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്, ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. അതെല്ലാം നല്ല ആരോഗ്യ മേഖലയിൽ നല്ല ചികിത്സ കിട്ടാൻ കഴിയാവുന്ന ധാരാളം സൗകര്യങ്ങൾ ഈ രീതിയിൽ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തു പറയത്തക്ക ഒരു നേട്ടം മേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. മേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എല്ലാ ബാധ്യതയും ഗവൺമെൻറ്റാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കിഫ്ബി ഫണ്ടാണ് വികസനത്തിന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയത്. കെട്ടിടങ്ങൾ വളർന്ന് വികാസം കൈവരിച്ചിട്ടുണ്ട്. എല്ലാ തലത്തിലും കുട്ടികളുടെ ഭാവി പഠനം, എല്ലാ ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. അപ്പോൾ കമ്പ്യൂട്ടർ പഠനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്, ആവശ്യത്തിന് കമ്പ്യൂട്ടറുണ്ട്. ഇതെല്ലാം MLA ഫണ്ട്, സർക്കാർ ഫണ്ട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തി അവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 6 സിന്തറ്റിക് ട്രാക്കുള്ള ഒരു ഗ്രൗണ്ട്, ഒരു അതിവിശാലമായൊരു ഗ്രൗണ്ട് അവിടെ സ്ഥാപിക്കാൻ കഴിയും. ഇത് സ്കൂളുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ ഇതുപോലൊരു സ്കൂള്, ഒരു ഗ്രൗണ്ട് വേറെ ഇല്ല എന്ന് തന്നെ
വേണമെങ്കിൽ പറയാം. അത്രയധികം സൗകര്യത്തോടു കൂടി ഭാവി തലമുറയ്ക്ക് അവരുടെ കഴിവ് വികസിപ്പിക്കാൻ ഇത് ഉപയോഗിക്കാൻ കഴിയും. ആ നിലയിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ റോഡിൻ്റെ കാര്യത്തിൽ തന്നെ ഈ മണ്ഡലത്തിൽ വിവിധ റോഡുകളുണ്ട്. ഇപ്പം ഇവിടെ വായനശാല മുതൽ കാപ്പുമ്മൽ വരെ ഉള്ള റോഡ് വികസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തറമലങ്ങാടി മുതൽ നൊച്ചാട്, ചേനോളി, ഇവിടെ പേരാമ്പ്രയത്തുനിന്ന് ഒരു റോഡ് BMBC നിലവാരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വടക്കുംപാട് ഹൈസ്കൂളിൻ്റെ അടുത്ത് നിന്ന് വഞ്ചിപ്പാറ ഗോപുരയുടെ വടക്കുംപാട് വഞ്ചിപ്പാറ ഗോപുരയുടെ എന്ന ഒരു റോഡ് വിപുലമായി BMBC നിലവാരത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അത് ചങ്ങരോത്ത് പഞ്ചായത്തിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. കടിയങ്ങാട് മുതൽ ഈ പൂഴിത്തോട് വരെ 23 കോടി രൂപ ചെലവ് റോഡ് വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. മറ്റ് എല്ലാ പഞ്ചായത്തുകളിലും PWD നിലവാരത്തിലുള്ള PWD റോഡുകളെല്ലാം ഇപ്രകാരം വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പം റോഡ് ഗതാഗതത്തിൽ വലിയ തോതിൽ മുന്നേറ്റമുണ്ടാക്കാൻ പേരാമ്പ്ര കഴിഞ്ഞിട്ടുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പേരാമ്പ്രയിൽ. പിന്നെ പാലങ്ങളുടെ കാര്യത്തിൽ ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് അത് UDFന് വലിയ മുൻതൂക്കമുള്ള പഞ്ചായത്ത്. ഞാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ നിലപാട് പരിഗണിച്ചിട്ടില്ല. ജനങ്ങളെയാണ് കണ്ടത്. എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ട് ആ ജനങ്ങളുടെ സൗകര്യം എങ്ങനെ, രാഷ്ട്രീയമല്ല ഞാൻ പരിഗണിച്ചത്, ജനങ്ങളുടെ സൗകര്യം എങ്ങനെ വികസിപ്പിച്ചിട്ടില്ല. ഇപ്പം നിലവിൽ സഖാവിനൊരു സ്വപ്ന പദ്ധതി ഉണ്ടാവുമല്ലോ ഭാവിയിലേക്ക് കാണുന്നത്. അതെ. അപ്പോൾ അങ്ങനൊരു പദ്ധതി എന്തായിരിക്കും? അത് രണ്ട് പദ്ധതികളെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട്. അതൊന്ന് CDC ആണ്, കരിയർ ഡെവലപ്മെന്റ് സെന്റർ. ഞാൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു പരീക്ഷണാർത്ഥം പേരാമ്പ്രയിലുണ്ടാക്കി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിലാണത് പ്രവർത്തിക്കുന്നത്. അത് സ്ഥാപിക്കുമ്പോഴുള്ള ഉദ്ദേശം, എംപ്ലോയ്മെന്റ് ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന ഒരു മിസ്റ്റർ രാജീവൻ, എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. രാജീവുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം ചില വീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ വീക്ഷണവും എൻ്റെ വീക്ഷണവും ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് കരിയർ ഡെവലപ്മെന്റ് സെന്ററിന് രൂപം നൽകിയത്. സർക്കാരിൻ്റെ മാത്രം ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു ഫീസോ മറ്റ് സൗകര്യമൊന്നും അവിടെ ഇല്ല. അപ്പം അതിൽ അന്ന് തൊഴിൽ വകുപ്പിലെ ലേബർ കമ്മീഷണർ അദ്ദേഹം ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തൊഴിൽ വകുപ്പിലെ സെക്രട്ടറി കൂടിയായിരുന്നു പിന്നീട്. അപ്പം ഞാനായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ബിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കൂടി ഡിസ്കസ് ചെയ്ത് രൂപപ്പെടുത്തിയ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കരിയർ ഡെവലപ്മെന്റ് സെന്റർ പേരാമ്പ്രയിൽ സ്ഥാപിക്കുന്നത്. കേരളത്തിലാദ്യമാണ് കരിയർ ഡെവലപ്മെന്റ് സെന്റർ കേരളത്തിലാണ്. പിന്നീട് ഞാൻ മന്ത്രിയായ സമയത്ത് ഒരു 4-5 ജില്ലകളിൽ കൂടി അത് വ്യാപിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്ക്. ഇത് കുട്ടികൾക്ക് വളരെ സഹായകരമായ ഒരു പദ്ധതിയാണ്. കുട്ടികളുടെ ഭാവി പഠനം, കുട്ടികളുടെ തൊഴിൽ, പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി തൊഴിൽ സമ്പാദിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തമാക്കൽ, ഇത്തരം പദ്ധതികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തിയത്. അങ്ങനെ വന്നപ്പം പഠനത്തിൽ വലിയ തോതിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ കേരളത്തിന് വെളിയിലുള്ള നിരവധി യൂണിവേഴ്സിറ്റികളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ, അവർക്ക് ഉയർന്ന പഠനത്തിനുള്ള സാധ്യത ഒരുക്കി കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോലും കുട്ടികൾ പഠനാവശ്യാർത്ഥം പോകുന്ന നില CDCയുടെ സഹായത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴവിടെ ധാരാളം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ വരുന്നുണ്ട്. അവർ സ്വയം പഠിക്കാൻ, ഗ്രൂപ്പ് സ്റ്റഡി, പിന്നെ അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ, ഇത്തരം സംവിധാനങ്ങളെല്ലാം അവിടെ പ്രവർത്തിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ചപ്പോൾ
കുട്ടികൾ ഭയങ്കരമായ സന്തോഷത്തിലും പ്രതീക്ഷയിലാണ്. പേരാമ്പ്രയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വതന്ത്രമായ സ്ഥാപനം ഉപയോഗിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു സംതൃപ്തിയിലാണ്. അത് തന്നെയാണ് എൻ്റെയും സംതൃപ്തി. അങ്ങനെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഇത് ഉപയോഗപ്രദമായി എന്നുള്ളത് തന്നെ എനിക്ക് വലിയ സംതൃപ്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മിനി സിവിൽ സ്റ്റേഷനിലെ ഒരു ഫ്ലോർ പൂർണ്ണമായിട്ടും ഇവരുടെ ലൈബ്രറി, അതുപോലുള്ള സൗകര്യങ്ങൾ, പിന്നെ പഠിക്കാനുള്ള സൗകര്യം, ഇതിനെല്ലാം വേണ്ടി ഒരു ഫ്ലോർ പൂർണ്ണമായിട്ടും അതിന് ഉപയോഗിക്കാം. അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കൂടുതൽ ആളുകൾക്ക് ഒരു സ്ഥിരം ട്രെയിനിങ് സെൻ്റർ ഇതിൻ്റെ ഭാഗമായി തുടങ്ങണം എന്ന് ഞാൻ അത് ഭാവിയിലെ പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും തൊഴിലിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന ചെറുപ്പക്കാർക്കും, നമ്മളെ ന്യൂ ജെൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, ജെൻസി, അപ്പോൾ അവർക്കെല്ലാം ഇത് ഉപകാരപ്രദമാകും. അവർക്ക് സൗകര്യപ്രദമായി ഇവിടെ വരാനും എല്ലാം ചെയ്യാനും അതെല്ലാം ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരാശയം കൂടി എനിക്കുണ്ട്. അതൊന്ന് ഇവിടുത്തെ ഈ ബൈപ്പാസ് റോഡാണ്. ബൈപ്പാസ് റോഡിൽ ധാരാളം ചെറുപ്പക്കാർ വരുന്നുണ്ട്. അവർ കാപ്പി കുടിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കഴിച്ചിട്ട് അവർ തലങ്ങി വിലങ്ങി നടക്കുന്നുണ്ട്. അതെ. അപ്പം അത് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇവിടെ ചില കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവർക്ക് വന്നിരിക്കാനും ചില സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കഴിയും. സ്ഥല സൗകര്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എന്നാലും ചില മേഖലകളിൽ അത് പരിഹരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ വേറെ ലക്ഷ്യമിടുന്നൊരു കാര്യം, ഇവിടെ ചേർമല കേവ് ടൂറിസം പദ്ധതി എന്ന ഒരു പുതിയ സംരംഭമുണ്ട്. അവിടെ ധാരാളം, ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ, ധാരാളം സ്ഥല സൗകര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് ഈ കമ്പ്യൂട്ടറും അതുപോലെ ടെലിഫോൺ സൗകര്യങ്ങളും ഇതെല്ലാം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയും. നല്ല നില അത് പഠനത്തിന് ഉപയോഗിക്കാൻ കഴിയും. അവർക്ക് തമാശയ്ക്ക്, അതെ വൈഫൈ സംവിധാനം, അതെ. അങ്ങനെ ഒരു കാര്യം അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ള ആഗ്രഹം. അത് സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇവിടെ കുറച്ച് കമ്പ്യൂട്ടറും അതുപോലെയുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ, ഇത്തരം സംവിധാനങ്ങളൊക്കെ അവിടെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നമുക്ക് ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഇതൊരു പ്രധാന കേന്ദ്രമായി മാറും. ഈ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ശ്രദ്ധ പല ഭാഗത്തേക്കും തിരിയുന്നതിന് പകരം ഇതുപോലെ ക്രിയാത്മകമായ, അവർക്കും ഗുണം ചെയ്യും, നാടിനും ഗുണം ചെയ്യും, അങ്ങനെയുള്ള ഒരു പദ്ധതികളിലേക്ക് അവരുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യണം എന്ന ഒരു നിലപാടുണ്ട്. അതിന് സഹായകരമായ പദ്ധതി കൊണ്ടുവരാനും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കേട്ടിട്ടുള്ളതാണ് നമ്മുടെ സഫാരി. അത് വേറെയാണ് വിഷയം, ഞാനത് പിന്നെ പറയാം. അത് പറയാലോ. അത് അവിടെയാണ് ഈ ബയോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പൂന്തോട്ടം, മറ്റ് മനോഹരമായ ദൃശ്യങ്ങൾ, ഇതെല്ലാം ആ പാർക്കിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അതിനോടനുബന്ധിച്ച് വന്യമൃഗങ്ങളെ ഒരു സങ്കേതം, വന്യമൃഗങ്ങളെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അത് കാണാൻ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം. കാണാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ അത് റിസ്ക്കാണത്. കമ്പി വലിയെല്ലാം കെട്ടി മൃഗങ്ങൾക്ക് ഒരിക്കലും മനുഷ്യനെ ആക്രമിക്കാൻ കഴിയാത്ത നിലയിൽ, അതേ സമയത്ത് അതിൻ്റെ ചുറ്റും വാഹനത്തിൽ സഞ്ചരിച്ച്, ഇത് ഒരുപാട് വിസ്തൃതമായിരിക്കും. വാഹനത്തിൽ സഞ്ചരിച്ച് ഇതിനകത്ത് സംരക്ഷിക്കുന്ന മൃഗങ്ങളെ കാണാനും സഞ്ചാരികൾക്ക് വളരെ കൗതുകമുള്ള ഒന്നായിട്ട് അതിനെ മാറ്റാനും കഴിയും. അതോടൊപ്പം തന്നെ അവിടെ ഈ വനത്തിൽ നിന്ന് കടിപിടി ഏറ്റ് അല്ലെങ്കിൽ പരസ്പരം ആക്രമിച്ച് പരിക്ക് പറ്റിയ മൃഗങ്ങൾ, അത്തരം മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കുന്നു. അതിനാവശ്യമായ പ്രത്യേക സംവിധാനവും അവിടെ ഒരുക്കാൻ അവിടുത്തെ ഈ പ്രോജക്റ്റ്, അപ്പോൾ 2 സ്ഥാപനമായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഈ മൃഗങ്ങളെ സംരക്ഷണവും ചികിത്സയും എല്ലാമായിട്ടുള്ള ഒരു സങ്കേതം, മറ്റത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന മറ്റൊരു സങ്കേതവും, പിന്നെ അതിനകത്ത്
ബയോളജിക്കൽ പാർക്ക് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ മനസ്സിൽ ചില ഐഡിയാസ് ഉണ്ട്. നല്ല പച്ചമരുന്ന് കൃഷി അവിടെ ചില സമയത്ത് നമുക്ക് പ്രയോഗിക്കാൻ കഴിയും. പിന്നെ നല്ല പൂന്തോട്ടങ്ങൾ, പിന്നെ മരങ്ങൾ, ആകർഷകമായ മരങ്ങൾ, ഇതെല്ലാം അവിടെ വെച്ച് പിടിപ്പിച്ച് സഞ്ചാരികൾക്ക് വളരെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി അതിനെ മാറ്റാൻ കഴിയും. പേരാമ്പ്ര മണ്ഡലത്തിൽ കാർഷിക മേഖല ഒരു പ്രധാന വിഷയമായിട്ട് എടുക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് വിഷരഹിത ഭക്ഷണം കിട്ടണം. അപ്പം അതിന് സഹായകരമായ കൃഷി പ്രോത്സാഹിപ്പിക്കണം. നെല്ല് മാത്രമല്ല, ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, പഴയ കാലത്ത് നമ്മളെ കാരണന്മാരൊക്കെ ഉള്ള കാലത്ത് ഒരു കൃഷീൻ്റെ സമ്പ്രദായം ഉണ്ടായി. ഈ തെങ്ങിൻ്റെ തടം തുറന്നാൽ അവിടെ ആ തടം മൂടിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൃഷിയുണ്ടാകും. അതൊന്നെങ്കിൽ മുത്താറി, ഉഴുന്ന്, പയറ്, ഇങ്ങനെയുള്ള ചെറുധാന്യങ്ങൾ ഇവിടെ ഈ തടത്തിൽ കൃഷി ചെയ്യും. അത് എൻ്റെയൊക്കെ ഓർമ്മയിൽ എൻ്റെ വീടുകളിലൊക്കെ അങ്ങനെ ധാരാളം കൃഷി ഉണ്ടായിട്ടുണ്ട്. മുത്താറി ഉണ്ടാക്കും, ഉഴുന്നുണ്ടാക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെറുധാന്യങ്ങളുടെ കൃഷി നമുക്ക് വിപുലപ്പെടുത്തുന്നുണ്ട്. അത് മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. വിഷരഹിത ഭക്ഷണം ലഭ്യമാക്കുന്നതിന് സഹായകരമാണത്. അങ്ങനെ ഒരു പദ്ധതി കൂടി കാർഷിക മേഖലയുടെ വികാസത്തോടൊപ്പം കൊണ്ടുവരണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് സാധ്യത വേണമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഇതിലിപ്പം നമ്മൾ വിദ്യാഭ്യാസം, നമ്മുടെ ആരോഗ്യ മേഖല, റോഡ് വികസനം, തൊഴിൽപരമായുള്ള വികസനം തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവസാനിക്കുന്നതിന് മുൻപ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം കൂടെ ഉള്ളത് യുവാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോവിഡ്, നിപ്പ, പ്രളയം തുടങ്ങിയിട്ട് ഒരുപാട് പ്രതിസന്ധികൾ. ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ യുവാക്കൾ എടുത്തിട്ടുള്ള ഒരുപാട് ധീരമായുള്ള ഇടപെടലുകളുണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് സഖാവ് നോക്കി കാണുന്നത്? ഞാൻ വളരെ സംതൃപ്തനാണ് ആ കാര്യത്തിൽ. മാത്രമല്ല, യുവാക്കളുടെ കഴിവിനെ പറ്റി എനിക്ക് വലിയ ബഹുമാനമാണുള്ളത്. ഈ നിപ്പ വൈറസ് ബാധ പിടികൂടിയപ്പം മന്ത്രിമാർ എന്നുള്ള നിലയിൽ ശൈലജ ടീച്ചറും ഞാനും അവിടെ കേന്ദ്രീകരിച്ച് ഇത് തടയാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ എനിക്കതിൻ്റെ തൊട്ട് മുമ്പ് കാർഡിയാക്ക് പ്രശ്നം വന്നിരുന്നു. അതിൻ്റെ വിഷമം ഞാൻ അനുഭവിക്കുമ്പോൾ ഡോക്ടർമാരെല്ലാം കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി നിൽക്കുമ്പോഴാണ്, ഇത് എൻ്റെ ടീച്ചറാണ് വകുപ്പ് മന്ത്രിയെങ്കിലും ഇതെൻ്റെ മണ്ഡലത്തിലാണല്ലോ ഈ പകർച്ചവ്യാധി ആദ്യം പൊട്ടിപ്പുറപ്പെടുന്നത്. ലിനി സിസ്റ്റർ ഇവിടെയാണ് മരിച്ചത്. അപ്പം അത് എന്നെ വല്ലാതെ ഒലച്ചിരുന്നു മാനസികമായി. ഇങ്ങനെ ഒരു പകർച്ചവ്യാധി മണ്ഡലത്തിൽ വന്നല്ലോ എന്നുള്ളത്. ഞാനന്ന് എനിക്ക് ഡോക്ടർമാർ ഏർപ്പെടുത്തിയ ചർച്ച വിലക്കുണ്ടായിരുന്നു. നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കണം, ഇല്ലാതെ നടക്കാൻ പാടില്ല, രോഗമുള്ള കേന്ദ്രത്തിൽ പോകാൻ പാടില്ല, ഇതൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ മാസ്ക് ഉപേക്ഷിച്ച് ഞാനിവിടെ അങ്ങാടിയിലിറങ്ങി, ആശുപത്രിയിലൊക്കെ ഞാൻ പോയി, ഞാൻ ജനങ്ങളോടൊപ്പം അങ്ങുന്നുണ്ട്. അതെൻ്റെ ഒരു ഇടപെടൽ. എനിക്ക് വേറെ രോഗവും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇതിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ ഡോക്ടർമാരെല്ലാം ഞങ്ങളെയൊക്കെ വല്ലാതെ വഴക്ക് പറഞ്ഞു. അപ്പം അവരുടെ എന്താ വെച്ചാൽ ഞങ്ങളാണല്ലോ ഇത് നിയന്ത്രിക്കുന്നത്. ഞങ്ങൾക്ക് രോഗം പിടിവിട്ട് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ വിഷമിക്കും. നേതൃത്വത്തിന് എന്നെ ഇത് പിടികൂടി കഴിഞ്ഞാൽ വല്ലാതെ, അതാണ് ഡോക്ടർമാർ അലട്ടിയ വിഷയം. അത് ശരിയാണ്. അപ്പം ഞാൻ പിന്നെ ജനങ്ങളൊരു ഭീതി മാറ്റണം എന്നുള്ളൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാരെല്ലാവരും നിർബന്ധിച്ചിട്ടും ഞാൻ മാസ്ക് ധരിക്കാതെ ഇവരുടെ ഇടയിലേക്ക് പോയി. അത് വലിയ അംഗീകാരം ഇവിടെയുള്ള തൊഴിലാളികളിലും മറ്റ് ജനങ്ങളിലും ഉണ്ടാക്കി. ജനങ്ങളുടെ ഒരു ഭീതി ഇതുവഴി അകറ്റാം. മറ്റ് പേരാമ്പ്രയിൽ ഓട്ടോറിക്ഷ സഞ്ചരിക്കുമ്പോൾ പേരാമ്പ്രക്കാരാന്ന് പറഞ്ഞാൽ അടുത്ത ആളുകൾ ഇറങ്ങിപ്പോയി കളിയാം. ബസ്സിലെടുത്ത് യാത്ര ചെയ്യില്ല. അങ്ങനെ ഒരു ഭ്രഷ്ട് പേരാമ്പ്രയിലെ ജനങ്ങൾക്കെതിരായിട്ട് വന്നിരുന്നു. പക്ഷെ അത് അതിവേഗം മാറ്റാൻ കഴിഞ്ഞ് ജനങ്ങൾ അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ഇതിന് സ്ക്വാഡ് വർക്ക് നടത്തി. അവിടെ ചങ്ങരോത്ത് പഞ്ചായത്ത് ഒരുപാട് സ്ക്വാഡ് വർക്ക് നടത്തി. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ അവർ ഈ യുവജന വിഭാഗം അവരാവശ്യം വരുമ്പോൾ അവർ നല്ല നിലയിൽ ആക്ട് ചെയ്യും. പോസിറ്റീവായിരിക്കും അവർ
ഒരു നെഗറ്റീവ് വശം അവരെ കൂടെ പറയാൻ കഴിയില്ല. വെറുതെ യുവജനങ്ങൾ പറഞ്ഞാൽ നെഗറ്റീവായി മാത്രം കാണുന്നയാൾ അങ്ങനെയല്ല എൻ്റെ അഭിപ്രായത്തിൽ. യുവജനം അവരാവശ്യം വരുന്ന സമയത്ത് എത്ര വിഷമകരമായ ജോലിയും ചെയ്യാൻ അവർ തയ്യാറായിരിക്കും. അതാണ് അവരുടെ അടുത്ത് കാണുന്ന ഒരു പൊതു ട്രെൻഡ്. അപ്പോൾ ആ നിലയിലൊക്കെ പിന്നെ എനിക്ക് നല്ല അഭിപ്രായവും എനിക്ക് അവർ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയും ഈ കാര്യത്തിൽ കുറേ വർഷങ്ങളായി. അവരൊക്കെ ഇപ്പോൾ അന്നത്തെ ആളുകളൊക്കെ ഇപ്പം വലുതായി പോയി, അവരൊക്കെ പ്രായമായ ആളുകളായി പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ. അതേ യുവജനങ്ങളോട് കൂടെ തന്നെ ഒരുപാട് ജെൻസി കുട്ടികളുണ്ടല്ലോ. അതുകൊണ്ട് ഈ ജെൻസി എന്ന് പറയുന്ന ഞാനതാ നേരത്തെ പറയാൻ കാരണം അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. അപ്പം അതിന് ഇപ്പം ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത 2 വിഷയമാണ് നിങ്ങളോട് പറഞ്ഞത്. ഈ ബൈപ്പാസ് റോഡും ചേർമല, അവിടെ അതുപോലുള്ള ചില സെൻറ്റേഴ്സ് ഇനി ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഇത് ക്ലിക്കായാൽ ഞങ്ങൾ പുതിയ സെൻറ്റർ ഓപ്പൺ ചെയ്യും. അങ്ങനെ ആകുമ്പം യുവാക്കളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് ഇതിലേക്ക് കേന്ദ്രീകരിക്കാനും അവരുടെ കഴിവ് അവർക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും ഉപയോഗിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സും +2 കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതൊരു സംശയമായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ഇപ്പം കരൂർ വീരൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഗൈഡ് ചെയ്യാനും ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് മുന്നോട്ട് കാര്യങ്ങൾ അറിയാൻ. അത് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ആ സൗകര്യമുണ്ട്, അത് ഉപയോഗിക്കണം. ഇതൊന്നും പരസ്യം കൊടുക്കാനല്ല ഞാൻ ശ്രമിച്ചത്. എനിക്കങ്ങനെ ആഗ്രഹമില്ല ഇത് ഞാനിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നാടാകെ പ്രചരിപ്പിക്കുക, അതിനെനിക്ക് പരസ്യം കിട്ടുക. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. എനിക്കങ്ങനെ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ ചിന്തിച്ച ഒരേ ഒരു കാര്യം ഇവരുടെ ഭാവിയാണ്. ഇവിടെ നല്ലോണം പഠനം നടത്തി കുട്ടികൾ ഉയർന്നു പോയി കഴിഞ്ഞാൽ അത് മനസ്സിന് നൽകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, വേറെ രീതിയിലല്ല. ഇവരുടെ വളർച്ച നാടിന് ഗുണമാണ്, ഇവരുടെ കഴിവിനെ നാടിന് ഉപയോഗിക്കാൻ കഴിയും. അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അതിലേക്ക് അവർ എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ കരിയർ ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ വർക്ക് ചെയ്യുന്നത് ഒരു പരസ്യം ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊന്നും അത് നോക്കിയാൽ കാണില്ല. അപ്പോൾ അങ്ങനെ ഒരു സമീപനം ഞാൻ എടുത്തത്. അത് ഇത് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് ജനങ്ങൾ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാവും, അവർക്ക് ബോധ്യമാവും, തർക്കമില്ല. അങ്ങനെ ആ സ്റ്റേജിലേക്ക് അത് വളർന്നു വരികയാണ്. ചുരുങ്ങിയ സമയം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഏപ്രിൽ 9ാം തീയതി ഇലക്ഷൻ വരികയാണ്. കേരളവും പേരാമ്പ്രയും വികസനം ചർച്ച ചെയ്യട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.